ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. നമ്മളിന്ന് സ്പെഷ്യൽ ഒരു വട്ടയപ്പമാണ് തയ്യാറാക്കുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു വട്ടയപ്പത്തിൻ്റെ റെസിപ്പിയാണ്. എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. 2 നാഴി പച്ചരി നമ്മൾ കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് കുതിർന്ന് കിട്ടിയതിന് ശേഷം അത് നന്നായിട്ട് കഴുകി നമ്മളിതുപോലെ ഒന്ന് വെള്ളം വാർന്നെടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് അരച്ചെടുക്കാൻ പോവാണ്. മുഴുവനായിട്ട് നമ്മളിത് ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 3/4 മുറി തേങ്ങ ചിരണ്ടിയതാണ്. ഇത് ഫുള്ളായിട്ടൊന്ന് ചേർത്ത് കൊടുക്കുക. തേങ്ങ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി വേണ്ടത് ഉള്ളിയാണ്. ഒരു 6 ഉള്ളി നമ്മളിതിൻ്റെ കൂടെ ഒന്ന് അരയ്ക്കുന്നുണ്ട്. 6 മതി, കാരണം ഉള്ളിയുടെ ചുവ കൂടിപ്പോയി കഴിഞ്ഞാലും ടേസ്റ്റാകെ മാറിപ്പോകും. ഇനി ഒരു 1/2 ടീസ്പൂൺ ജീരകവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ചേർത്ത് കൊടുക്കുന്നത് ഏലക്കാപ്പൊടിയാണ്. ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ ഒരു 1/2 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ കൂടുതൽ ചേർക്കാവുന്നതാണ്. ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. വെള്ളം കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്ത് വേണം നമ്മളിത് അരയ്ക്കാനായിട്ട്. വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ പാകം മാറിപ്പോവും. ഒരുപാട് തിക്കുമല്ല, ഒരുപാട് ലൂസും അല്ലാത്ത ഒരു കൺസിസ്റ്റൻസി വേണം നമ്മളിത് അരച്ചെടുക്കാനായിട്ട്. നമുക്ക് നന്നായിട്ട് തന്നെ അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് അരച്ചെടുക്കേണ്ടത്. ഇതിനെ നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണ്. ബാക്കി വന്ന മിക്സിയിലുള്ള മാവിലേക്ക് കുറച്ച് വെള്ളം ഒന്ന് ചേർത്ത് നമ്മളിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി അടുത്തായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പുളിമാവാണ്. ഒരു 2 ടേബിൾ സ്പൂൺ പുളിമാവ് ചേർത്ത് കൊടുക്കാം. അടുത്തായിട്ട് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മളിവിടെ 1 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത്രയും പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പഞ്ചസാര ചേർത്ത് നന്നായിട്ട് തന്നെ നമ്മളൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്നത് റവയാണ്. റവ ചേർത്താണ് നമ്മളിന്ന് വട്ടയപ്പം തയ്യാറാക്കാനായിട്ട് പോകുന്നത്. 1 കപ്പ് റവ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. കുറച്ചായിട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒട്ടും കട്ട പിടിക്കാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഫുള്ള് റവയും നമ്മളങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് പുളിച്ച് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരു 4 മണിക്കൂർ വരെ ഒന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ വട്ടയപ്പത്തിൻ്റെ മാവ് അങ്ങനെ നന്നായിട്ട് പുളിച്ച് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വട്ടയപ്പം തയ്യാറാക്കാനായിട്ടുള്ള പാത്രം കൂടി റെഡിയാക്കി എടുക്കാം. ഇതുപോലെ ഒരു വട്ടത്തിലുള്ള പ്ലേറ്റാണ് എടുക്കുന്നത്. ഇനി ഇതിലേക്ക് നെയ്യ് തടവി കൊടുക്കാം. പെട്ടെന്ന് വട്ടയപ്പം ഇളകി പോരാനും അതുപോലെ തന്നെ നല്ലൊരു ടേസ്റ്റ് കിട്ടാനും ഒക്കെ വേണ്ടിയിട്ടാണ് നെയ്യ് ചേർത്ത് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ആയാലും ചേർത്ത് കൊടുത്താൽ മതി. പാത്രത്തിൽ ഫുള്ളായിട്ട് വരുന്ന പോലെ അതുപോലെ ഒന്ന് നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി മാവ് കോരി ഒഴിച്ചു കൊടുക്കാം. ഏകദേശം പാത്രത്തിൻ്റെ പകുതിയോളം നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കണം. ഇതിപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്.
പാത്രത്തിൻ്റെ പകുതിയോളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇനി നല്ല ആവി വന്ന തിളച്ച് മറിഞ്ഞ ആവി വരുന്ന ഇഡ്ഡലി പാത്രത്തിലേക്ക് വേണം നമ്മളിത് വെച്ച് കൊടുക്കാനായിട്ട്. ആവി കുറഞ്ഞ സമയത്താണ് നമ്മളിതുപോലെ വെച്ച് കൊടുക്കുന്നെങ്കിൽ വട്ടയപ്പം വെന്ത് വരാൻ താമസം എടുക്കും. മാത്രമല്ല അത് കല്ലിച്ചു പോവും, ഭയങ്കര കട്ടിയായിട്ട് വരും. നല്ലപോലെ തിളച്ച് മറിഞ്ഞ് ആവി വന്നതിന് ശേഷമാണ് നമ്മളിത് വെച്ച് കൊടുക്കുന്നതെങ്കിൽ പാകത്തിന് നല്ല സോഫ്റ്റായിട്ട് തന്നെ വട്ടയപ്പം പൊങ്ങി വന്നോളൂ. നല്ലപോലെ ടേസ്റ്റും മയവും ഒക്കെ കിട്ടും. നമ്മുടെ വട്ടയപ്പം അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇതിനെ നമുക്ക് മാറ്റാം. വട്ടയപ്പമൊക്കെ തയ്യാറാക്കിയതിന് ശേഷം നന്നായിട്ട് ആറിയതിന് ശേഷമാണ് നമ്മളിത് പാത്രത്തിൽ നിന്നൊന്ന് വിടുവിച്ചെടുക്കുന്നത്. നല്ല ചൂടോടെ പാത്രത്തിൽ നിന്ന് വിട്ടു വരാൻ പാടായതുകൊണ്ട് നല്ലപോലെ തണുത്തതിന് ശേഷമാണ് നമ്മളിതുപോലെ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നത്. ബാക്കിയുള്ളതും കൂടി നമുക്കൊന്ന് തയ്യാറാക്കി എടുക്കാം. ഇത് നമ്മുടെ വട്ടയപ്പം എല്ലാം അങ്ങനെ തയ്യാറാക്കിയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള വട്ടയപ്പത്തിൻ്റെ റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു 4 മണി പലഹാരമാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്